ഇപ്പോഴത്തെ 201 സാധാരണക്കാരായിട്ടുള്ള പൗരന്മാർ ഇറാനിൽ കൊല്ലപ്പെട്ടു എന്നറിയുകയാണ്. 24 പ്രവിശ്യകളിലായിട്ടാണ് 201 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഈ യുദ്ധം ഇതിൻ്റെ 24 മണിക്കൂർ പോലും ആയിട്ടില്ല. ആ സമയം കൊണ്ട് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. അനൂപ് ചന്ദ്രൻ തുടരുന്നുണ്ട്. അനൂപ്, നിലവിലിപ്പോൾ എവിടെയൊക്കെ, അതായത് ടെഹ്റാൻ കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഇന്ന സ്ഥലം എന്നില്ല, പരക്കെ വ്യാപകമായി ഇറാനിൽ ആക്രമണം നടക്കുന്നുണ്ട്. നേരെ തിരികെയാണ് മറ്റ് പല സമീപ രാജ്യങ്ങളിലും ഇതിൻ്റെ ജോർദാനിൽ നിന്നുള്ള നേരത്തെയുള്ള വിവരങ്ങൾ വന്നു. കൂടുതൽ ഡ്രോണുകൾ അവിടെ വന്ന് പതിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്നുള്ള തരത്തിൽ അങ്ങനെയൊക്കെ ഏതൊക്കെ രാജ്യങ്ങൾ ഈ ആക്രമണത്തിൻ്റെ ഭാഗമാവുകയോ അല്ലെങ്കിൽ അവിടെ ചെന്ന് പതിക്കുകയോ ചെയ്യുന്നുണ്ട്? ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ജോർദാൻ ഒരു സ്ട്രാറ്റജിക് പൊസിഷനിലുള്ള രാജ്യമാണ്. ഇറാൻ്റെയും ഇസ്രായേലിനും ഇടയ്ക്കുള്ള രാജ്യമാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഡ്രോൺ ആക്രമണങ്ങൾ, മിസൈൽ ആക്രമണങ്ങൾ, ഇതിനെയൊക്കെ പ്രതിരോധിക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ കഷ്ണങ്ങൾ വന്ന് വീഴുക ജോർദാനിലായിരിക്കും. അത് ജോർദാനിൽ അതൊരു പ്രതിസന്ധി തന്നെയാണ്. നമ്മൾ നേരത്തെ ഇപ്പോൾ സുരേഷ് വെള്ളിമറ്റം പറഞ്ഞതുപോലെ അവിടെ മിക്ക സമയങ്ങളിലും ഈ പറയുന്ന പലയിടങ്ങളിലും, പ്രത്യേകിച്ച് ദുബായിലും അബുദാബിയിലുമൊക്കെ പാമേറയിലൊക്കെ മിസൈൽ കഷ്ണങ്ങൾ വന്ന് വീണിട്ടാണ് അവിടെ ഒരു അപകടമുണ്ടാകുന്നത്. അവിടെ ഒരു ആൾക്കാർക്ക് പരിക്കേൽക്കുന്നത്. അല്ലാതെ അവിടെ മിസൈലുകൾ നേരിട്ട് വന്ന് വീഴുന്നതല്ല. മിസൈലുകൾ വരികയും അതിനെ വേധിക്കുമ്പോൾ, അതിനെ പ്രതിരോധിക്കുമ്പോൾ അതിൻ്റെ കഷ്ണങ്ങൾ ആകാശത്ത് പൊട്ടിത്തെറിച്ചിട്ട് അതിൻ്റെ കഷ്ണങ്ങൾ വന്ന് വീണിട്ടാണ് ഉണ്ടാകുന്നത്. ഈ ഇറാൻ നടത്തിയിട്ടുള്ള വ്യോമാക്രമണങ്ങൾ ഏതാണ്ട് വലിയ പങ്കും ഈ പറയുന്ന അമേരിക്കൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഈ യുദ്ധമുഖത്തേക്ക് ബ്രിട്ടീഷ് സേന കൂടി ഇറങ്ങുന്നു എന്നുള്ളതാണ്. ബ്രിട്ടൻ്റെ വ്യോമസേന അവിടേക്ക് ഇറങ്ങുന്നു. ബ്രിട്ടീഷ് വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ ഗൾഫിൽ, പശ്ചിമേഷ്യയിൽ ഗൾഫ് രാജ്യങ്ങളുടെ മുകളിൽ പറന്നു തുടങ്ങിയിരിക്കുന്നു. അതിന് വിശദീകരണമായി, അത് സ്ഥിരീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ തന്നെ അത് പറയുകയും ചെയ്തു. അത് ഞങ്ങളുടെ പൗരന്മാരെയും ഞങ്ങളുടെ സ്ട്രാറ്റജിക് കേന്ദ്രങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടി മാത്രമായിരിക്കും, നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു ഭയാനകമായ സിറ്റുവേഷനാണ്. നമുക്ക് മുൻപ് ഇത് കണ്ടിട്ടുള്ളത് കുവൈറ്റ് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറാഖും അമേരിക്കയും തമ്മിൽ ഉണ്ടായിരുന്ന യുദ്ധം, കുവൈറ്റിന് മുകളിലുണ്ടായിരുന്ന യുദ്ധം, കുവൈറ്റിൻ്റെ പൊസിഷനുമായി ബന്ധപ്പെട്ട് കുവൈറ്റിൻ്റെ മണ്ണിന് വേണ്ടി, അവിടുത്തെ എണ്ണയ്ക്ക് വേണ്ടി ഉണ്ടായ യുദ്ധത്തിൻ്റെ സമാനമായ അവസ്ഥയിലേക്ക് പോകുന്നു എന്നത് ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ കൂടി ഇതിനകത്ത് പങ്കാളികളാവുകയും ഗൾഫ് രാജ്യങ്ങൾ ഇതിനെ ചെറുക്കാൻ നിൽക്കുകയും ചെയ്താൽ ഇത് വലിയ രീതിയിൽ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ രീതിയിൽ വളരാനുള്ള സാധ്യതയുണ്ട്. ഒരു വലിയ യുദ്ധമായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ബ്രിട്ടീഷ് ഫൈറ്ററിന് ഏതായാലും ഇന്ന് രാത്രി ഈ പറയുന്ന ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി യോഗത്തിൽ ഈ നിലപാടാണ് ബ്രിട്ടൻ സ്വീകരിക്കുന്നതെങ്കിൽ ബ്രിട്ടനും അമേരിക്കയും ഇറാനെതിരെ ഒരു നിലപാടെടുക്കാൻ സാധ്യതയുണ്ട്. ഫ്രാൻസ് വിട്ടു നിൽക്കാനാണ് സാധ്യത. ഫ്രാൻസ് ഒരു നിലപാട് കർശനമായി എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. മറുവശത്ത് റഷ്യയും ചൈനയും ഇതിനെതിരെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ തന്നെ എങ്ങനെ US അതിനെ സ്വീകരിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ അപലപിച്ച രാജ്യങ്ങളുടെ കൂട്ടത്തിൽ വെനസ്വേലയുണ്ട്. വെനസ്വേലയ്ക്ക് മേലുണ്ടായിട്ടുള്ള കടന്നാക്രമണം നമ്മൾ കണ്ടതാണ്. ഒരു മാസം മുൻപായിട്ടുണ്ടായിട്ടുള്ള കടന്നാക്രമണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുക, മരണസംഖ്യ 201 ആയിരിക്കുന്നു എന്ന് ഇറാൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ 747 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു ഇതിനകം എന്നുള്ള കാര്യം കൂടി അവർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. 24 മണിക്കൂറായിട്ടുള്ള യുദ്ധം, 201 മനുഷ്യന്മാർക്ക് ജീവൻ നഷ്ടമാകുന്നു, 747 പേർ പരിക്കേറ്റ് പല ആശുപത്രികളിലുമൊക്കെ ഇരിക്കുകയും ചെയ്യണം.